ഇക്കഴിഞ്ഞ ക്രിസ്മസ് നാളിലാണ് നമ്മുടെയൊക്കെയും പ്രിയപ്പെട്ട MT ഓർമ്മയായത്. സാഹിത്യ ലോകത്തെ ഏത് കാലവും മഞ്ഞും അതിജീവിക്കാൻ ശേഷിയുള്ള കഥകളുടെ നാലുകെട്ട് പണിത MTയുടെ കൃതികൾക്ക് ഇന്നും വായനക്കാർ ഏറെയാണ്. പുസ്തകശാലയിൽ MTയുടെ രണ്ടാം ഊഴത്തിനാണ് ആവശ്യക്കാരേറെയുള്ളത്. കാലത്തിന്റെ മറുകര തേടുന്ന മനുഷ്യന്റെ ജീവിതേതിഹാസമായ കാലം. സാധാരണ ലോകം പടിയടച്ച് പുറത്താക്കിയ മനുഷ്യാത്മാക്കൾക്കുള്ള എഴുത്തിന്റെ തിരുവെഴുത്ത് കുട്ടിയടത്തി. തലമുറകളിലൂടെ ദീർഘമാവുന്ന ഹൃദയ നൊമ്പരങ്ങളുടെ പാരമ്പര്യം അവകാശമായിട്ടുള്ള ഓളവും തീരവും. അവ്യക്തതയിലെ വ്യക്തതയും അപൂർണതയിലെ പൂർണ്ണതയുമുള്ള ഭാവഗാനം മഞ്ഞ്. അങ്ങനെ ഓരോ വായനയിലും ചിന്തയുടെ പുത്തൻ ഏടുകൾ തുറന്ന് കാലാതീതമായി നിലകൊള്ളുകയാണ് MTയുടെ എഴുത്തുകൾ. തലമുറ വ്യത്യാസമില്ലാതെ ഇന്നും വായനക്കാർക്ക് പ്രിയം രണ്ടാമൂഴമെന്ന ഇതിഹാസം തന്നെ. കാലത്തിന്റെ കഥാകാരൻ വിട പറഞ്ഞ ഇതേ ഡിസംബർ മാസത്തിലാണ് 41 വർഷങ്ങൾക്ക് മുൻപ് രണ്ടാമൂഴത്തിന്റെ ആദ്യ പതിപ്പ് പുറത്തിറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് രണ്ടാമൂഴത്തിലാണ്. രണ്ടാമൂഴം കാലം ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകങ്ങൾ. കുട്ടികൾ നന്നായിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട് പുസ്തകത്തിന്. MTയുടെ എല്ലാ പുസ്തകങ്ങളും നമ്മുടെ അടുത്ത് സ്റ്റോക്കുണ്ട്. MT എഴുതിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ഇവിടെ സ്റ്റോക്കുണ്ട്. MTക്ക് ഗുരുതുല്യനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. ശരീരം അല്പം മെലിഞ്ഞ MTയെ നൂലൻ എന്ന് വിളിച്ചിരുന്ന ബഷീർ. MTയും പിതാവും തമ്മിലുണ്ടായിരുന്ന ആത്മബന്ധം ഓർത്തെടുക്കുന്നതിനിടെ നാലുകെട്ട്, കാലം, മഞ്ഞ് ഇവയാണ് തന്റെ പ്രിയപ്പെട്ട MT എഴുത്തുകളെന്ന് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന പറഞ്ഞു. ബഷീറിനെ ടാറ്റാന്നാണ് വിളിക്കുന്നത്. വാസുട്ടനും ടാറ്റയൊക്കെ നമ്മൾ എപ്പോഴും കൂടെ കൊണ്ടുവന്നിരുന്ന കൊച്ചുനാളിലെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അദ്ദേഹത്തിന് മോളെ എടുക്കുന്നതിന് മുമ്പേ എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ട് അദ്ദേഹം. നമ്മുടെ വീട്ടിലെ ടാറ്റ ഗുരു എന്നാണ് വിളിച്ചിരുന്നത്. ടാറ്റ വാസുട്ടനെ നൂലൻ, അദ്ദേഹം മെലിഞ്ഞായിരുന്നിരുന്നത്. അതുകൊണ്ട് നൂലൻ വാസു നൂലെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. MT എന്ന രണ്ടക്ഷരം ഒരു കടലാണ്. മലയാള സാഹിത്യ ലോകത്ത് ഒരുപാട് തിരയിളക്കങ്ങൾ ഉണ്ടാക്കിയ കടൽ. മൗനം വാചാലമാക്കി MT മലയാളത്തെ വായിക്കാൻ പഠിപ്പിച്ചു. വള്ളുവനാടൻ വിത്തുകളും ശൈലികളും വായനക്കാർക്ക് കടം തന്ന കഥാകാരൻ. സാഹിത്യ ലോകത്ത് വീശിയടിച്ച പാലക്കാടൻ കാറ്റായിരുന്നു ഓരോ MT കഥകളും. കരിമ്പനകളെപ്പോലും കടപുഴക്കി എറിയാൻ ശേഷിയുള്ള കാറ്റ്. ആ കാറ്റിന്റെ അലയൊലി മലയാളമുള്ള കാലത്തോളം അണയില്ല. ന്യൂസ് മലയാളം, ന്യൂസ് ഡെസ്ക്.